തന്നെയാണ് മരിച്ച മയ്യത്തിന്റെ അനുഭവം. റൂഹിയായ ആത്മീയമായ ഒരു അനുഭവം അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അത് ശാരീരികമായി അനുഭവിക്കുന്നത് പോലെ തന്നെ പ്രയാസമുള്ളത് തന്നെയാണ്. നമ്മൾ ആ പ്രയാസം അനുഭവിക്കാറുണ്ട്. സ്വപ്നത്തിൽ കണ്ട കാര്യം കൊണ്ടാണ് ദാഹം വന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ലോകത്ത് രക്ഷാശിക്ഷകൾ ഉണ്ടാകുമെന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. അതേ പ്രകാരം തന്നെ പ്രിയമുള്ളവരെ, ഖബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഖബറിൽ രക്ഷാശിക്ഷകൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ദുനിയാവിൽ വെച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മരണാനന്തര ലോകത്ത്, പരലോകത്ത് അനുഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, അതെപ്പോഴാ മുഹമ്മദേ? ഈ ലോകമൊക്കെ അവസാനിക്കുന്നില്ല ഈ പറയുന്നത്? ഇപ്പൊ 2012 ലോകം അവസാനിക്കുന്നു പറഞ്ഞ് നടക്കുന്നുണ്ട് ചില കൂട്ടര്. അങ്ങനെ ഒരു പിക്ചർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അമേരിക്കയിൽ നിന്നോ മറ്റോ ലോകാവസാനം 2012 എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളും കുട്ടികളൊക്കെ ചോദിക്കുക, അന്ന് തീരുമോ? പ്രിയമുള്ളവരെ, യസ്അലൂനക അനിസ്സാഅ, എപ്പോഴായി പരലോകം, അന്ത്യനാള്, ഖിയാമത്ത് നാള്, ലോകാവസാനം എന്ന് പലരും ചോദിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ചോദ്യം വന്നപ്പോൾ വിശുദ്ധ ഖുർആനിൽ മറുപടി പറയാൻ പറഞ്ഞിട്ടുള്ളത്, അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. എപ്പോഴായി പരലോകം എന്നുള്ള ചോദ്യത്തിന് പ്രവാചകരെ അത് പറയാൻ താങ്കളാളല്ല. കാര്യങ്ങളുടെ മുഴുവൻ പര്യവസാനവും പടച്ചതമ്പുരാന്റെ കയ്യിലാണ്. അതുകൊണ്ട് സമയം നിർണയിച്ചു തന്നിട്ടില്ല. 2012 പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. വരാൻ പോകുന്ന ആ ലോകം യാഥാർത്ഥ്യമാണ്. അത് ഒരുപാട് കാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടതില്ല. ഇന്നഹും യറൗനഹും ബഈദാ വനറാഹു ഖരീബാ. അല്ലാഹ് പറയാണ്, ആൾക്കാർ വിചാരിക്കും ഇനി എത്ര കാലുണ്ട്. പക്ഷെ അങ്ങനെ വിദൂരത്തായി കണക്കാക്കുന്നവരോട് റബ്ബിന്റെ മുന്നറിയിപ്പ്, വനറാഹു ഖരീബാ, അത് വളരെ സമീപസ്ഥമാണ്. ഖത്തറിൽ വന്നിട്ട് 10 കൊല്ലായി, 10 കൊല്ലം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ കാലം പോകുന്ന പോക്കങ്ങനെയാണ്. പരലോകത്തേക്കുള്ള യാത്ര അടുത്താണ്. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുക തന്നെ ചെയ്യും. ജീവിതം അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. സൂറത്ത് യാസീനിൽ 3 തവണ ആവർത്തിച്ചു വന്നൊരു ഹദീസുണ്ട്, ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ. അതൊരു പെട്ടെന്നുള്ള ഘോരനാദമായിരിക്കുന്നതാണ്. അതിന്റെ നൈമിഷികതയെപ്പറ്റി, ക്ഷണികതയെപ്പറ്റി ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. അവർക്കൊരിക്കലും വസിയ്യത്ത് ചെയ്യാൻ ഒരിക്കലും സമയം കിട്ടൂല, പരസ്പരം ഉപദേശിക്കാനേ. അതേ പ്രകാരം തന്നെ കുടുംബത്തിലേക്കൊന്ന് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ നടക്കൂല. എല്ലാം വളരെ പെട്ടെന്നായിരിക്കുന്നതാണ്. അവ ഏതായിരുന്നാലും സംഭവം പെട്ടെന്നുണ്ടാകും. ഡേറ്റ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ മരണവുമാണ് മരണാനന്തര ജീവിതത്തിലേക്കുള്ള തുടക്കം. അങ്ങനെ പ്രിയമുള്ളവരെ, പരലോകത്തേക്ക് സമീപിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഊത്തോടുകൂടി പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവസാനിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാഅ. ഒന്നാമത്തെ ഊത്തോടുകൂടി പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭയവിഹ്വലരായി ഓടിപ്പായുമെന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നതൊഴികെ ബാക്കിയെല്ലാം താറുമാറാകാൻ തുടങ്ങുമെന്നും സൂചിപ്പിക്കുകയാണ്. അപ്പൊ വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. അതോടുകൂടി എല്ലാം തകരാൻ തുടങ്ങുമെന്നാണ്. സൂര്യചന്ദ്ര നക്ഷത്ര കോളാദികളൊക്കെ തകർന്നു വീഴാൻ തുടങ്ങും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ, അതേ പ്രകാരം തന്നെ അതിന്റെ ഭാരങ്ങൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ, പർവ്വതങ്ങൾ കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞികൾ പോലെ ആക്കി തീർത്തു കഴിഞ്ഞാൽ, ആകാശത്തെ പറ്റി ഖുർആൻ 5-8 പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വാഹിയത്തിനാകുമെന്നും ദുഹാനെന്നാകുമെന്നും ഹുരിജത്ത് എന്നും അബുവാബ് എന്നും കുശിത്തത്ത് എന്നും ഇൻഫത്തറത്തെന്നും പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഈ ബാഹ്യഘടനയുണ്ടല്ലോ, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. അതിന്റെ അറ്റം ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആ രൂപത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്നതാണ് ഖുർആനിന്റെ പരാമർശങ്ങളും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൂമിയല്ലാതാക്കി മാറ്റപ്പെടുകയും പ്രപഞ്ചത്തിന് മൊത്തം മാറ്റം സംഭവിക്കുകയും ചെയ്യുമെന്നാണ്. സൂര്യൻ കെട്ടുപോകും, ചന്ദ്രൻ കെട്ടുപോകും, എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും, കടലുകൾ കത്തിക്കപ്പെടും, അങ്ങനെ ഭൂമിയല്ലാതാക്കി മാറ്റപ്പെടും. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും എന്നാണ്.
അള്ളാഹുവിന്റെ തിരുവജ് ഒഴികെ. അങ്ങനെ ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാം നശിപ്പിക്കപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊരു കാലഘട്ടം ഉണ്ടാകുമെന്നും ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ ഒരുപാട് പരാമർശമുണ്ട്. 40 എന്ന് പറഞ്ഞപ്പോൾ 40 വർഷമാണോ 40 ദിവസമാണോ എന്നൊക്കെ സൂചിപ്പിച്ച ചോദ്യങ്ങളുണ്ട്. മഴ പെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ വേറെയും പരാമർശങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഏതായിരുന്നാലും ഒരു കാലഘട്ടം കഴിഞ്ഞ് അവസാനം രണ്ടാമത്തെ റൂത്ത് സംഭവിക്കും എന്നാണ്. മുഴുവൻ ആളുകളും കൂണുകൾ പോലെ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തും എന്നാണ്. ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യന്മാര് വരെ രണ്ടാമത് പുനർജനിപ്പിക്കപ്പെടുന്ന ദിവസമായിരിക്കും അത്. പ്രിയമുള്ളവരെ, ആ ഒരു ലോകമാണ് പരലോകം. ചില ആൾക്കാർക്കൊക്കെ സംശയം, നമ്മളിങ്ങനെ മണ്ണായാൽ, നമ്മളിങ്ങനെ തിമിങ്ങലം തിന്നാൽ, പ്ലെയിനിൽ നിന്ന് കത്തിക്കരിഞ്ഞ് ചാരമായിട്ട് എവിടെയൊക്കെ പോയി പതിച്ചാൽ പിന്നെയും രണ്ടാമത് പുനർജനിപ്പിക്കുക എന്നാണ് ഖുർആൻ ഈ ചോദ്യം ചോദിക്കുന്ന ചില ആളുകളുടെ ചോദ്യമായിട്ട് എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. അല്ല, എങ്ങനെ അപ്പോ ദുരിമ്പിപ്പോയ എല്ലുകളെ പുനർജനിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. അല്ല, ഈ മനുഷ്യന്മാര് ചിന്തിക്കുന്നില്ലേ ആദ്യത്തെ സെട്ടിപ്പ് എങ്ങനെയായിരുന്നുവെന്ന്? ഒരു 100 വർഷം മുമ്പ് നമ്മളുണ്ടോ? ഇല്ല. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ച പടച്ചോന് രണ്ടാമത് പുനർജനിപ്പിക്കാൻ ഒരിക്കലും പ്രയാസകരമല്ല കേട്ടോ. ഖുർആനിന്റെ സൂചന അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഒരു പുനർജന്മം ഉണ്ടാകും. ആ പുനർജന്മത്തിൽ അന്നാണ് നമ്മളെ യഥാർത്ഥ ചിത്രം കാണുക. ഇന്നിപ്പോ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരുപോലെയാ, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ല നല്ല വ്യക്തികളൊക്കെയാണ് നിങ്ങളൊക്കെ ഉണ്ടാകുക. പലപ്പോഴും ആ രൂപത്തിൽ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റൂല. പക്ഷെ പരലോകത്ത് എന്താണെന്നറിയോ? മുഖഭാവങ്ങളിലും ജീവിത രീതികളിലും വാക്കുകളിലും അവന്റെ ആഹാര സൗഷ്ഠവങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ്. ഓരോരുത്തരുടെ കോലപ്പത്തിരിയും. ഇന്നിപ്പോ നിസ്കരിക്കുന്നവനും ദാനം കൊടുക്കുന്നവനും പൈസ കൊടുക്കുന്നവനും ഒക്കെ ഒരേപോലെയാ. മനസ്സുകൊണ്ട് വെറുത്തിട്ട് പിരിവ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സുകൊണ്ട് വെറുത്തിട്ട് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, മനസ്സുകൊണ്ട് വെറുത്തിട്ട് ചില ആളുകളെ പിന്തുണ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഒന്നും തിരിയില്ല. നിസ്കരിക്കുന്നവനും കഷ്ടപ്പാട്, നിസ്കരിക്കാത്തവനും കഷ്ടപ്പാട്, നിസ്കരിക്കാത്തവന് നല്ല സുഖം, നിസ്കരിക്കുന്നവന് പ്രയാസം ഒക്കെ ഉണ്ടാകും. ഒന്നും തിരിയില്ല. പക്ഷെ പരലോകത്തോ ആ രണ്ടാമത്തെ വിളിയോടുകൂടി ഒരു കൂട്ടരുത്തം കൊടുക്കുക അൽഹംദുലില്ലാ എന്ന് മറുപടി കൊടുത്തുകൊണ്ടാണ്. കണ്ടോ, ശീലം അവിടെ ഇങ്ങനെ കാണിക്കാൻ. ദുനിയാവിൽ അവരെപ്പോ എണീക്കുമ്പോഴും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിളിക്ക് ഉത്തരം ചെയ്യുമ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് ഖുർആൻ. വേറെ ചില ആൾക്കാരുണ്ട്, സുബഹിക്കൊന്ന് വിളിച്ചാൽ അപ്പൊ ശാപവാക്ക്, സമയായില്ലല്ലോ, നാശം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആൾക്കാരില്ലേ? സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് എണീക്കുന്നതാണ്. അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ, നന്ദി കെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും. എപ്പോൾ എണീക്കുമ്പോഴും പോലെ സ്വഭാവം അതാണ്. പരലോകത്തും അങ്ങനെ തന്നെ. എന്നാൽ അൽഹംദു പറഞ്ഞുകൊണ്ട് എണീക്കുന്നവരും പരലോകത്തും അങ്ങനെ തന്നെ. അതൊരു ദിവസമാണ്. യൗമ ഇദി യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അന്ന് പ്രിയമുള്ളവരെ, അന്നേ ദിവസം മനുഷ്യന്മാര് ഒരു ശബ്ദത്തിനെ പിന്തുടരുകയും ഒരു വിളിയാളന്റെ വിളി ഇങ്ങനെ പിന്തുടരുകയും പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് നടന്നെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആരും ഒച്ചുണ്ടാക്കുന്നില്ല, മിണ്ടുന്നില്ല, പറയുന്നില്ല. ഒരു വിളിയാളന്റെ വിളി കേട്ടുകൊണ്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, കൂട്ടത്തിൽ സായിക്കും ഷഹീദും ഉണ്ടാകുന്നതാണ്. തെളിച്ചു കൊണ്ടുപോകുന്നവരുണ്ടാകും, സാക്ഷികളുണ്ടാകും. അങ്ങനെ റബ്ബിന്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടുകയാണ്. ആരും സഹായത്തിനുണ്ടാവില്ല. ഇന്ന് നമ്മൾ കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. മക്കൾക്ക്, ഭാര്യക്ക്, മാതാപിതാക്കൾക്ക്, അവർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടാലും അവരൊക്കെ വേറെയാണ്. അവരൊന്നും തിരിഞ്ഞു നോക്കാൻ വരെ സമയമല്ല. അവർക്ക് വേണ്ടി നിസ്കാരം ഒഴിവാക്കി, അവർക്ക് വേണ്ടി ദീൻ ഒഴിവാക്കി, അവർക്ക് വേണ്ടി നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കി, അങ്ങനെ കഷ്ടപ്പെട്ടു പണിയെടുത്തു. അവസാനം അവിടെ എത്തുമ്പോഴോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇം മിൻഹും യൗമ ഇദിൻ ശഅനു യുഗ്നീഹി.
ആരും ആരെയും കാണാൻ നിൽക്കുന്നില്ല എന്നാണ്. എല്ലാവരും പരസ്പരം ഓടിമാറാണ്, എല്ലാവരും പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ തിരിഞ്ഞു നോക്കുന്നില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, സഹോദരന്മാര് തിരിഞ്ഞു നോക്കുന്നില്ല, മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, കുടുംബക്കാര് തിരിഞ്ഞു നോക്കുന്നില്ല. ഓരോരുത്തർക്കും യൗമ ഇതിൻ അന്നേ ദിവസം അവനവന് തന്നെ ചിന്തിക്കാൻ മാത്രമുള്ള പ്രയാസങ്ങളുണ്ട്, പണികളുണ്ട് എന്നാണ്. അവന്റെ തന്നെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ചിന്തകളുമായിട്ട് ഓടി നടക്കുക. അപ്പോഴവന്റെ ഭാര്യന്റെ മക്കളെ കുട്ടികളെ ഒന്നും നോക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോ കഷ്ടപ്പാടൊക്കെ ദീനിന്റെ കാര്യത്തിലാണ്, ദീനിന്റെ കാര്യം മാറ്റിവെച്ചുകൊണ്ടാണ് എങ്കിൽ ഈ മുന്നറിയിപ്പ് നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ദീനിന്റെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് ആരെയും പരിഗണിക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ദീനിന്റെ വിഷയത്തിലായിരിക്കണം സ്നേഹം, അതിന്റെ പേരിലായിരിക്കണം ബന്ധം, അതിന്റെ പേരിലായിരിക്കണം